ഇപ്പം കുറഞ്ഞത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ കുറച്ചധികം സ്ഥലവും വില കുറഞ്ഞൊരു വീട് നമ്മുടെ അടുത്ത് വന്നിട്ട്. 1.5 മാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉള്ളു. ഇത് അതിനേലും കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആ നീല ഷീറ്റിട്ട് മൂടിയിട്ടേക്കണണ്ട, അത് കിണറാണ്ട, പൊടിയൊന്നും അതി ആകാണ്ടിരിക്കാൻ വേണ്ടി മൂടിയിട്ടേക്കണാണ്. കണ്ടാ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നല്ലൊരു വീടും കുറഞ്ഞ വിലക്ക്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചിലവൊന്നുമില്ല. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാണ്ട് പോരുത്, അത്രേ ഉള്ളൂ. കാരണം ഞാൻ കുറേ ഇത് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലിവിങ് ഏരിയ, ഇത് ഡൈനിങ് ഏരിയ, ഇത് 1650 സ്ക്വയർ ഫീറ്റാണ്. ഞാൻ പറഞ്ഞു കുറഞ്ഞ വിലയ്ക്ക് അത്രയും സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. 2000 തികയില്ല, 350 കുറവുണ്ട്. ഇത് വാഷ് കൗണ്ടർ ഏരിയ. അതുപോലെ തന്നെ 8.25 സെൻറ്റ് സ്ഥലം, 8.25 8.5 സെൻറ്റ് കൂട്ടിയാൽ മതി. കാരണം കുറച്ച് കൂടുതലുണ്ടാവുള്ളൂ, അപ്പോഴും കുഴപ്പമില്ല. ഫസ്റ്റ് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. കണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം എന്നത്. ആവശ്യത്തിന് വലിപ്പമുള്ള ബാത്റൂമാണ്. ഇനി രണ്ടാമത് താഴത്തെ ഫ്ലോറിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വന്നത്. ബാക്കിലൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ സൗകര്യത്തിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തത് ബെഡ്റൂം, അതും ബാത്ത് അറ്റാച്ച്ഡാണ്. ഇതതിൻ്റെ ബാത്റൂം. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കേൾക്കണം കേട്ടോ. കാരണം നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കണം. കാരണം നമുക്കത് പിന്നീട് ഉപകാരപ്പെടും ഏതെങ്കിലും ഒരു ടൈമിന്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ഓപ്പൺ കിച്ചണാണ്ട ഈ വീടിന് കൊടുത്തേക്കണം. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെയിൻ കിച്ചൺ. ഇവിടെ സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഇതിവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണം. ഇവിടെയാണ് ഇത് തീ കത്തിക്കാനുള്ള അടപ്പ് ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്ഥലമുണ്ടെന്ന്. ഇവിടെ സ്റ്റോറേജ് സ്പേസൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ. കണ്ട ഇവിടെ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഈ ഒരു ഏരിയയിൽ നടക്കും. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത്. കണ്ട ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. ഇനി മുകളിലോട്ട് കയറി മുകളിലത്തെ കാഴ്ചകളും കൂടിയും കാണാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞില്ല. 8.5 സെൻറ്റ് സ്ഥലം, 1650 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത്. 4 ബെഡ്റൂമില്ല, ഒരു ബെഡ്റൂം ആണെങ്കിൽ നിങ്ങൾ വേറെ എടുക്കേണ്ടി വരും. കാരണം അതിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിലാണ്. മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ. വാളകം എന്ന് പറയും. വാളകം എത്തനേക്ക് മുന്നെയാണ്. ഈ മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഈ ഒരു ഇതിൻ്റെ അകത്തോട്ടൊരു കൂടി വന്നൊരു 3 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാളകം എത്തനേക്ക് മുന്നത്തെ സ്റ്റോപ്പാണ്. ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്, വലിയൊരു ബാൽക്കണി. അപ്പോൾ ഈ 8.5 സെൻറ്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണ വില വെറും 69 ലക്ഷം രൂപയാണ്. ഇഷ്ടം പോലെ വീടുണ്ടല്ലോ ചുറ്റുപാടും. 69 ലക്ഷം രൂപ, അതും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 ലക്ഷം രൂപ താഴെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈല് പോലെ ഇരിക്കും. അത്യാവശ്യം പ്രൊഫൈലുകളുണ്ടെങ്കിലും ഈ 20 ലക്ഷം രൂപയൊക്കെ തന്നെ മതിയാകും. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. കണ്ട ചുറ്റുപാടുള്ള വീടുകളൊക്കെ ഉണ്ട്. തൊട്ടടുത്തൊക്കെ ആവശ്യത്തിനുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട എല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ വീടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഓപ്ഷനാണിത്. കണ്ട വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. വില, സ്ക്വയർ ഫീറ്റ്, ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്.